മൂന്ന് കാര്യങ്ങൾ ഉപയോഗിച്ച് സംസ്കൃതം പഠിക്കുന്നതിൻ്റെ രണ്ടാം ഭാഗമാണിത്. ഒന്നാം ഭാഗം ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം രണ്ടാം ഭാഗം കാണുവാൻ ശ്രമിക്കുക. ഒരു നിമിഷം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമോ? നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നൽകാമോ? ഒറ്റ ക്ലിക്കിലൂടെ നിങ്ങൾ നൽകുന്ന പ്രോത്സാഹനം കൂടുതൽ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാനാവും. രണ്ടാം ഭാഗം ടെൻസസ് അഥവാ ലകാർ. ഇതാണ് നമുക്ക് പഠിക്കേണ്ടത്. 5 ടെൻസസ് ആണ് മെയിനായി അറിഞ്ഞിരിക്കേണ്ടത്. ഇത് മനസ്സിലാക്കുന്നതിന് മുൻപായി സാധാരണയായി ഉപയോഗിക്കുന്ന ചില ക്രിയാപദങ്ങൾ നൽകിയിരിക്കുന്നത് നോക്കുക. ഇതിൽ പോകുക എന്നർത്ഥം വരുന്ന ഗച്ഛതി എന്ന പദം ഉപയോഗിച്ചാണ് ടെൻസസ് പറഞ്ഞു തരുന്നത്. ഇതിലാദ്യം ലെറ്റ് ലകാർ അഥവാ സിമ്പിൾ പ്രസന്റ് ടെൻസ്. ഇതിലും പുല്ലിംഗ സ്ത്രീലിംഗ നപുംസകലിംഗ വ്യത്യാസവും ഏകവചന ദ്വിവചന ബഹുവചന വ്യത്യാസവും ഉണ്ട്. അതുകൊണ്ട് ഇവ ഓർത്തു വയ്ക്കാൻ ഇവയിൽ ഒളിഞ്ഞിരിക്കുന്ന ചില പ്രത്യേകതകൾ മനസ്സിലാക്കിയാൽ എളുപ്പത്തിൽ ഓർത്തു വയ്ക്കാൻ സാധിക്കും. ഇവ ഓരോ ടെൻസസിൻ്റെയും വിശദീകരണത്തിന് ശേഷം പറഞ്ഞു തരുന്നുണ്ട്. അവ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. അഹം എന്ന പദത്തിൻ്റെ കൂടെ ഗച്ച് എന്ന പദത്തിൻ്റെ അവസാനം ഗച്ഛാമി എന്നാക്കിയാൽ അഹം ഗച്ഛാമി, അതായത് ഞാൻ പോകുന്നു അല്ലെങ്കിൽ ഞാൻ പോകുകയാകുന്നു എന്നർത്ഥം വരുന്നു. അതുപോലെ ആവാം എന്നതിൻ്റെ കൂടെ ഗച്ഛാവഹ എന്ന് മാറ്റിയാൽ ഞങ്ങൾ രണ്ടുപേരും പോകുന്നു അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പോകുകയാകുന്നു എന്നാവും. ഞങ്ങൾ എന്ന പദമായ വയത്തിൻ്റെ കൂടെ ഗച്ഛാമഹ എന്നെഴുതുക. വയം ഗച്ഛാമഹ എന്നാണ് അത് വായിക്കുക. ഞങ്ങൾ പോകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതുപോലെ മറ്റ് പദങ്ങളോട് കൂടെ വരുമ്പോഴുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ കാണുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നിക്കുമെങ്കിലും ഇവ പെട്ടെന്ന് മനഃപ്പാഠമാക്കാൻ ഒരു കാര്യം നോക്കുക. ഇവ ഏകവചനം ദ്വിവചനം ബഹുവചനം എന്ന രീതിയിൽ പഠിക്കാതെ ഏകവചനത്തിൻ്റെ ഈ സീരീസ് മാത്രം നോക്കുക. ഗച്ച് എന്ന ക്രിയാപദത്തിൻ്റെ അവസാനം ശ്രദ്ധിച്ച് എല്ലാത്തിലും ഒരു വള്ളി ചേർന്ന് വന്നിരിക്കുന്നതായി കാണാം. അതായത് ഗച്ഛാമി, ഗച്ഛസി, ഗച്ഛതി എന്നിങ്ങനെ. കൂടാതെ ഇത് ദ്വിവചനത്തിലാകുമ്പോൾ ക്രിയാപദത്തിൻ്റെ അവസാനം ശ്രദ്ധിക്കുക. ഗച്ഛാവഹ, ഗച്ഛതഹ, ഗച്ഛതഹ. ഇതൊരു റൈമിംഗ് പോലെയാണ്. എന്ന് വെച്ചാൽ ഏകവചനത്തിൻ്റെ കൂടെ വള്ളി ചേർന്നും ബഹുവചനത്തിൽ ദഹ എന്ന സൗണ്ട് വരുന്നതും കാണാം. ഇത് റിലേറ്റ് ചെയ്ത് എളുപ്പത്തിൽ
മനസ്സിലാക്കാൻ സാധിക്കും. ഈ പ്രാക്ടീസ് ചോദ്യങ്ങൾ ചെയ്തു നോക്കുക. പ്രസൻറ്റ് ടെൻസിനോടൊപ്പം തന്നെ ഫ്യൂച്ചർ ടെൻസ് മനസ്സിലാക്കിയാൽ ഓർത്തിരിക്കാൻ വളരെ എളുപ്പമാണ്. ഇതെങ്ങനെയെന്ന് പറഞ്ഞു തരാം. അഹം ഗമിഷ്യാമി, ഞാൻ പോകും. ആവാം ഗമിഷ്യാവ, ഞങ്ങൾ രണ്ടുപേരും പോകും. വയം ഗമിഷ്യാമ, ഞങ്ങൾ പോകും. ഇതേപോലെ മറ്റു പദങ്ങളോട് കൂടെ വരുമ്പോഴുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഇവ പെട്ടെന്ന് മനഃപ്പാഠമാക്കാനുള്ള ടിപ്പ് ഇതാണ്. നിങ്ങൾ പ്രസൻറ്റ് ടെൻസ് മനസ്സിലാക്കിയല്ലോ. ഈ ക്രിയാപദങ്ങളുടെ ഇടയിൽ ഷ്യ എന്നൊരു ശബ്ദം നൽകിയാൽ ഇവ ഫ്യൂച്ചർ ടെൻസ് ആകും. അതായത് അഹം ഗച്ഛാമി എന്നത് അഹം ഗമിഷ്യാമി എന്നും ത്വം ഗച്ഛസി എന്നത് ത്വം ഗമിഷ്യസി എന്ന് മാറ്റിയാൽ നീ പോകും എന്നതായി. അതുപോലെ എല്ലാ ക്രിയാപദങ്ങളും ശ്രദ്ധിക്കുക. നിലവിൽ പ്രസൻറ്റ് ടെൻസിനെ ഷ്യ എന്ന പദം ഉപയോഗിച്ച് പരിവർത്തനം ചെയ്താൽ ഫ്യൂച്ചർ ടെൻസ് ആക്കാം. ഈ കാണുന്നവ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്തതായി മനസ്സിലാക്കേണ്ടത് പാസ്റ്റ് ടെൻസ് ആണ്. അഹം അഗച്ഛം, ഞാൻ പോയി, അല്ലെങ്കിൽ ഞാൻ പോയിട്ടുണ്ട്. ആവാം അഗച്ഛാവ, ഞങ്ങൾ രണ്ടുപേരും പോയി, അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പോയിട്ടുണ്ട്. വയം അഗച്ഛാമ, ഞങ്ങൾ പോയി. അതുപോലെ മറ്റു പദങ്ങളോട് കൂടെ വരുമ്പോഴുള്ള മാറ്റങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക.
ഇവ പെട്ടെന്ന് മനഃപ്പാഠമാക്കാനായി ഇതിൽ വന്നിരിക്കുന്ന എല്ലാ ക്രിയാപദങ്ങളുടെ കൂടെയും ആദ്യം അകാരം വന്നിട്ടുള്ളത് ശ്രദ്ധിക്കുക. പാസ്റ്റ് ടെൻസ് ആക്കാൻ അകാരം ചേർത്താൽ മതി. ഇതിൻ്റെ എൻഡിങ് പോർഷൻ മനസ്സിലാക്കുന്നതായി അടുത്ത ടെൻസ് കൂടി മനസ്സിലാക്കിയാൽ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ കാണുന്ന ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അടുത്തതായി വരുന്നതാണ് ഇംപരേറ്റീവ് ഓർ ലോഡ് ലകാർ. എങ്ങനെ മനസ്സിലാക്കാം എന്ന് നോക്കുക. അഹം ഗച്ഛാനി, ലെറ്റ് മീ ഗോ, ഞാൻ പോകട്ടെ എന്നാണ് ഇതിനർത്ഥം. ആവാം ഗച്ഛാവ, ലെറ്റ് വി ടു ഗോ, ഞങ്ങൾ രണ്ടുപേരും പോകട്ടെ. വയം ഗച്ഛാമ, ലെറ്റസ് ഗോ, നമുക്ക് പോകാം. ഇതുപോലെ മറ്റു പദങ്ങളോടുകൂടെ വരുമ്പോഴുള്ള മാറ്റങ്ങൾ ശ്രദ്ധിക്കുക. ഇവ പെട്ടെന്ന് മനഃപ്പാഠമാക്കാനായി പാസ്റ്റ് ടെൻസും ഇംപെരേറ്റീവും റിലേറ്റ് ചെയ്ത് നോക്കുക. പാസ്റ്റ് ടെൻസിലെ അകാരം ഒഴിവാക്കിയാൽ ഇംപെരേറ്റീവ് ടെൻസ് ആവും. ആകെ വ്യത്യാസം വരുന്നത് അഹം ഗച്ഛാനി എന്ന പ്രയോഗത്തിൽ മാത്രമാണ്. എന്നാൽ ത്വം അഗച്ഛഃ എന്നത് അകാരം മാറ്റി ത്വം ഗച്ഛഃ എന്നാക്കിയാൽ മതി, ലെറ്റ് യു ഗോ എന്നായി. അതുപോലെ ആവാം അഗച്ഛാവ് എന്നത് ആവാം ഗച്ഛാവ് എന്നാക്കിയാൽ ലെറ്റ് വി ടു ഗോ എന്നായി. അതുപോലെ മറ്റുള്ളതും റിലേറ്റ് ചെയ്ത് നോക്കുക. ഈ കാണുന്നവ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അവസാനത്തെ ടെൻസായ ഓപ്റ്റേറ്റീവ് മനസ്സിലാക്കുന്നതിനായി ശ്രമിക്കാം. അഹം ഗച്ഛേയം, ഞാൻ പോകാം. ഐ മേ ഗോ എന്നാണ്. ആവാം ഗച്ഛേവ്, ഞങ്ങൾ രണ്ടും പോകാം. വയം ഗച്ഛേയാം, ഞങ്ങൾ പോകാം.
ഇവ പെട്ടെന്ന് മനഃപ്പാഠമാക്കാനായി ഇമ്പരേറ്റീവും ഓപ്റ്റേറ്റീവും റിലേറ്റ് ചെയ്ത് നോക്കുക. ഇമ്പരേറ്റീവ് ടെൻസിൻ്റെ ക്രിയാപദത്തിൽ ചെറിയ മാറ്റം വരുത്തിയാൽ ഓപ്റ്റേറ്റീവ് ടെൻസ് ആവും. ആകെ വ്യത്യാസം വരുന്നത് അഹം ഗച്ഛാനി എന്ന പദപ്രയോഗത്തിൽ മാത്രമാണ്. എന്നുവെച്ചാൽ ത്വം ഗച്ഛ എന്ന് ഇമ്പരേറ്റീവ് പറയുന്നത് ത്വം ഗച്ഛേ എന്നാക്കിയാൽ ഓപ്റ്റേറ്റീവ് ടെൻസ് ആക്കാം. അതുപോലെ ആവാം ഗച്ഛാവ് എന്നത് ആവാം ഗച്ഛേവ് എന്നാക്കിയാൽ ഓപ്റ്റേറ്റീവ് ടെൻസിലേക്ക് കൺവെർട്ട് ചെയ്യാവുന്നതാണ്. ഇനി ഈ കാണുന്നവ ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്തു നോക്കുക.